അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് നോക്കാനുള്ളത് അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങളും അതുപോലെ വന്നതുമായ ചോദ്യങ്ങളെ പറ്റിയാണ്. വീഡിയോ മുഴുവനായും കാണുക. അതുപോലെ രണ്ടാം ക്ലാസ്സിലെ പഴയ കുറേ ക്വസ്റ്റ്യനുകൾ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പോയിട്ടൊന്ന് കാണുക. അതുപോലെ ക്വിസുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ക്വിസ് ലഭിക്കാത്തവർ താഴെ ക്വിസ് എന്ത് ചെയ്താൽ മതി, ടൈപ്പ് ചെയ്തിട്ട് തന്നാൽ മതി. അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് വിട്ടുതരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. വരി പൂർത്തിയാക്കി കൊടുക്കുക. ഒന്നാമത്തത്, ജീവികളിൽ ഉത്കൃഷ്ടരാണ് ഡാഷ്. ജീവികളിൽ ഉത്കൃഷ്ടരാണ് ആര്? മനുഷ്യർ. 2, മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് ഡാഷ്. മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 3, എന്തു ഗുണം ലഭിച്ചാലും പറയണം. എന്ത് ഗുണം ലഭിച്ചാലും പറയേണ്ടത് എന്താണ്? അൽഹംദുലില്ലാ. 4, എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനും ഡാഷ്. എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനും അള്ളാഹുവാണ്. 5, മുസ്ലിങ്ങളെ അള്ളാഹു ഡാഷ്. മുസ്ലിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടും. ഒന്നാമത്തെ പ്രവർത്തനം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രവർത്തനം. 3 എണ്ണം വീതം എഴുതാം. 3 ഉദാഹരണങ്ങൾ എഴുതണം. ഒരു ചോദ്യത്തിന് 3 ഉദാഹരണം എഴുതണം. ചോദ്യം 1 ഇതാണ്: ഈമാൻ കാര്യങ്ങൾ. ഈമാൻ കാര്യങ്ങൾ 3 എണ്ണം എഴുതുക. 1, അള്ളാഹുവിൽ വിശ്വസിക്കുക. രണ്ടാമത്തത്, അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക. 3, അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക. ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ മതിയാകും. രണ്ടാമത്തെ ചോദ്യം, മലക്കുകളുടെ പേര്. നമ്മൾ പ്രധാനികളായ 10 മലക്കുകളെ പേര് പഠിച്ചിട്ടുണ്ട്. ആ 10 മലക്കുകളുടെ പേര് കാണാതെ എഴുതി പഠിക്കുകയും വേണം കേട്ടോ. എഴുതി പഠിച്ച ശേഷം ആവശ്യം വരും. ഇവിടെ പ്രധാനപ്പെട്ട 10 മലക്കുകളിൽ നിന്നും 3 പേരെ എടുത്തെഴുതാനാണ്. 1, ജിബ്രീൽ അലൈഹിസ്സലാം. 2, മീകായിൽ അലൈഹിസ്സലാം. 3, ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇനി മൂന്നാമത്തെ ചോദ്യം, അള്ളാഹു നബിമാർ മുഖേന മനുഷ്യർക്ക് എത്തിച്ചു കൊടുത്ത കിതാബുകൾ. അള്ളാഹു നബിമാർ മുഖേന മനുഷ്യർക്ക് എത്തിച്ചു കൊടുത്ത കിതാബുകൾ എത്ര കിതാബുകളാണ്? 4 കിതാബുകളാണുള്ളത്. 1 തൗറാത്ത്, 2 ഖുർആൻ, 3 സബൂർ, 4 ഇഞ്ചീൽ. ഇതിൽ നമ്മുടെ നബിക്ക് കിട്ടിയ കിതാബ് ഏതാണ്? അതെ, വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. അടുത്ത പ്രവർത്തനം, ഉത്തരം എഴുതാം. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കൊടുക്കാം. ഒന്നാമത്തെ ചോദ്യം, മുഅ്മിനുകൾ എന്ന് പറയപ്പെടുന്നത് ആർക്കാണ്? ആർക്കാണ് മുഅ്മിനുകൾ എന്ന് പറയപ്പെടുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് മുഅ്മിനുകൾ എന്ന് പറയപ്പെടുന്നത്. ഇത് രണ്ടാമത്തെ പാഠത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ പാഠങ്ങളൊക്കെ എന്ത് ചെയ്യണം? പഠിക്കണം കേട്ടോ. മുമ്പ് കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ച പാഠങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വരും കേട്ടോ. 1 മുതൽ ഇതുവരെ പഠിച്ച പാഠങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്കുണ്ടാകും.
ആ കാര്യം ശ്രദ്ധിക്കുക. 2. മലക്കുകളുടെ എണ്ണം അറിയാം ആർക്ക്? മലക്കുകൾ കുറേ പേരുണ്ട്, അവരുടെ എണ്ണം അറിയുന്നത് ആർക്കാണ്? അള്ളാഹുവിന്, അല്ലേ? അള്ളാഹുവിന് മാത്രമാണ്. ഇനി അവസാനത്തെ പ്രവർത്തനം ക്രമത്തിലാക്കാം. ക്രമത്തിലാക്കാം എന്നുള്ള പ്രവർത്തനം ആദ്യം ഏത് വാക്കാണ് വരുന്നത്, പിന്നീട് ഏത് വാക്കാണ്, അങ്ങനെ ഓരോന്നും ക്രമത്തിൽ എഴുതാനാണ് കേട്ടോ. ഇത് ഓർഡർ അല്ലാതെയാണ് കൊടുത്തിട്ടുള്ളത്, ഇത് ഓർഡറിലാക്കണം. ഫസ്റ്റ് വരുന്നത് ഏതാണ്? ഈമാനുനാ ബില്ലാഹി. അപ്പം എന്ത് ചെയ്യണം? അതിങ്ങോട്ട് എടുത്ത് എഴുതണം. പിന്നെയോ വൽ മലായിക്കത്തി എന്നതാണ് രണ്ടാമത് വരിക, അപ്പോൾ ഇങ്ങോട്ട് എടുത്ത് എഴുതണം. പിന്നെ വൽ കുത്തുബി വർ റസൂലി എന്ന് വരിക, അപ്പോൾ അത് ഇങ്ങോട്ട് എടുത്ത് എഴുതുക. അതിൻ്റെ ബാക്കിൽ അങ്ങനെ എഴുതി പോവുക. പിന്നെ വയോമി തഹ്ലുക്ക എന്നുള്ളത് അത് പുറത്ത് എഴുതുക. അങ്ങനെ ഓരോന്നും കൃത്യമായിട്ട് എഴുതുക കേട്ടോ. ഇതോടുകൂടെ നമ്മുടെ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.